ഹായ് ഫ്രണ്ട്സ്, കുറച്ച് മാസങ്ങൾ, എനിക്ക് തോന്നുന്ന ദിവസങ്ങളെന്ന് പറയാൻ വന്നേ, പക്ഷേ കുറച്ച് മാസങ്ങളായി ഒരു വീഡിയോ ചെയ്തിട്ട്. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും പൂർണ്ണമായിട്ട് റിക്കവർ ആയിട്ടില്ല. കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. സൗണ്ടിന് ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അധികമായിട്ട് ഹോട്ടലിലൊന്നും പോയിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ചുരുക്കം കുറച്ച് ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ട്രിവാൻഡ്രം കരുനാഗപ്പള്ളി പോകുന്ന മുറയ്ക്ക് നമ്മുടെ പാരിപ്പള്ളി കഴിഞ്ഞ് കുറച്ചുകൂടെ വരുമ്പോൾ ഷീമാട്ടി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ഷീമാട്ടിയിൽ ഒരു ഷാപ്പ് ഇങ്ങനെ അടിപൊളിയായിട്ട് ഡിസൈനൊക്കെ ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്. പണ്ടൊക്കെ ഒരു കാലത്ത് ഒരു 15 വർഷം മുന്നോട്ടൊക്കെ സഞ്ചരിക്കുകയാണെങ്കിൽ ഷാപ്പുകളിൽ ആൾക്കാർക്ക്, തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ പറയല്ല, എങ്കിലും പോകാൻ തന്നെ മടിയായിരുന്നു. അങ്ങനെ പോകാറില്ലായിരുന്നു അധികാരം. കുറച്ച് ഫാമിലി എങ്ങാണോ വല്ലപ്പോഴും നമ്മുടെ കുട്ടനാട് ഷാപ്പുകളിലോ എങ്ങാണോ ഒന്ന് പോയാലായി. പക്ഷേ ഇപ്പം ഒട്ടുമിക്ക ഷാപ്പുകളും ഒരു ഫാമിലി ഫ്രണ്ട്ലി ആയിട്ട്, അല്ലെങ്കിൽ അടിപൊളിയായിട്ട്, ഒരു ഫാമിലിക്ക് തിരക്കി പിടിച്ച് ചെന്ന് കയറാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ ഷാപ്പ് പുറമേ നിന്ന് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പക്ഷേ ഈ ഷീമാട്ടി എന്ന് പറഞ്ഞ സ്ഥലം, ഷീമാട്ടി എന്നല്ലാതെ അതിന് വേറെ ഒരു സ്ഥലപ്പേര് കൂടെ ഉണ്ട്, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഞാൻ അവിടെ ഏകദേശം നമ്മുടെ പാരിപ്പള്ളി എത്തി. പിന്നെ നമ്മുടെ റോഡിൻ്റെയൊക്കെ അവസ്ഥ അറിയാലോ, നല്ല ബ്ലോക്ക്, ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക്. അപ്പം ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റായിട്ട് ഈ പാരിപ്പള്ളി ഏരിയയിൽ തന്നെ ഇങ്ങനെ ഒരു ബ്ലോക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ബാക്കി വിശേഷം നമ്മൾ ആ ഷാപ്പിൻ്റെ അടുത്ത് എത്തിയിട്ട് പറയാം. അങ്ങനെ നമ്മൾ ഏകദേശം എത്താറായി. ഇവിടെ ഇപ്പോൾ ഈ റോഡ് വികസനത്തിൻ്റെ ഒരു അനന്തരഫലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഏത് സ്ഥലമാണെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അപ്പം പണ്ടൊക്കെ ഈ പറയുന്ന ഒരു മരവും ആലും ഒക്കെ ആയിരുന്നല്ലോ നമ്മുടെയൊക്കെ ഈ പറയുന്ന ഇവിടെ ഇന്ന ഫ്ലെക്സ് ഇരിപ്പുണ്ട് ഇന്നടുത്ത്. ഇപ്പം എല്ലാം അടിക്കടി ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ വന്ന രീതിയല്ല ഇപ്പം ഉള്ളത് നമ്മുടെ പാരിപ്പള്ളിയിൽ, അതിൽ മാറ്റമുണ്ട്. ഇവിടെ എവിടെയോ ആയിരുന്നു, കാണുന്നില്ല, നമുക്ക് നോക്കാം. എന്തായാലും റോഡ് വികസനമൊക്കെ അങ്ങോട്ട് തീരുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും കേട്ടോ. ഹൈവേ നമ്മുടെ കൊല്ലം ബൈപ്പാസ് ഏരിയയിലൊക്കെ ഏകദേശം കഴിഞ്ഞല്ലോ. അപ്പം അതുവഴിയൊക്കെ വണ്ടി ഓടിക്കാൻ നല്ല രസമുണ്ട്. അങ്ങനെ കാരംകോട് എന്നാണ് ഈ സ്ഥലം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സ്ഥലപ്പേര് കൂടെ ഉണ്ടെന്ന്. ഇതാണ് നമ്മുടെ കള്ളേറ്റോടി റെസ്റ്റോറൻറ്റ്. അപ്പം ഇതൊന്ന് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നതായിട്ട് എനിക്കിത് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ. നമ്മുടെ പല മീൻകറി, തലക്കറി, കക്ക, കണവ, കൊഞ്ച് എല്ലാം ഉണ്ട്. ശരിക്കും റോഡിൽ കൂടെ പോയപ്പോൾ കണ്ടപ്പോൾ തന്നെ അത് വലിയ ഫ്ലെക്സ് ഒക്കെ വെച്ചേക്കുന്നു. കൊള്ളാവുന്ന രീതിയിലാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ചെന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. വളരെ ശാന്തമായ സ്ഥലം, വലിയ തിരക്ക് ബഹളമൊന്നുമില്ല. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളൊരു ഞണ്ട്, കൊഞ്ച്, കപ്പ, വീശപ്പം, അപ്പം ഇത്രയും ഓർഡർ ചെയ്തു. ഒരു ബീഫ് റോസ്റ്റും കുറച്ച് പൊറോട്ടയും കൂടെ പുറകെ വരും. അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ ഇതുവരെ ഒരു വീഡിയോയിലും ഞണ്ട് ട്രൈ ചെയ്തില്ല. അങ്ങനെ ഇന്ന് നമ്മുടെ ഞണ്ടും കൂട്ടനെ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ തുടങ്ങാമല്ലേ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തതിൻ്റെ ഭൂരിഭാഗം ഐറ്റം എത്തി. ഞാൻ കുറച്ച് മീൻചാറ് ചോദിച്ചിരുന്നു. ഇത് നമ്മുടെ തലക്കറിയുടെ ചാറാണ്. ഇതിനൊരു പ്രത്യേക ഫ്ലേവർ. നിങ്ങൾക്ക് തല കഴിക്കുന്നവർക്കറിയാമല്ലോ, അതിൽ നിന്നിങ്ങനെ പൂർന്ന് വരുന്ന ആ ഒരു കൊഴുപ്പൂടെ ചേരുമ്പം തലക്കറിയുടെ ടേസ്റ്റ്. അത് തലക്കറിയുടെ ചാറ്, സാധാ ചാറ്. നമുക്ക് കുറച്ച് തലക്കറിയുടെ ചാറ് കപ്പയിലൊന്ന് ഒഴിച്ച്, കപ്പയിൽ നിന്ന് തന്നെ തുടങ്ങാം. സകല ഷാപ്പ് വീഡിയോയിലും നമ്മൾ ഈ പറയുന്ന കപ്പയിൽ നിന്നാണല്ലോ തുടങ്ങുന്നത്. അപ്പം
കപ്പ കഴിച്ചിട്ട് തന്നെ ആ മീൻചാറിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ അടുത്തെങ്ങും നമ്മൾ ചെയ്ത ഒരു വീഡിയോയിലും ഷാപ്പിലെ കപ്പ ഔട്ടല്ല. കാര്യം ഒന്നുകിൽ നല്ല മഞ്ഞ കളറിൽ മഞ്ഞപ്പൊടിയൊക്കെ കൂടി ആ ഒരു രീതിയിലായിരിക്കും. പക്ഷെ ഇത് നല്ല വെന്ത നല്ല അടിപൊളി കപ്പ. അങ്ങനെ കപ്പ കഴിഞ്ഞു. ഇപ്പോഴാണ് നമ്മുടെ ഞണ്ടിലേക്ക് വരാം. ആ മസാലയൊക്കെ ചേർന്ന് നല്ലൊരു മണം തന്നെ വരുന്നുണ്ട്. നല്ല വെൽ കുക്ക്ഡ് ഞണ്ടാണ് കേട്ടോ. എൻ്റെ അമ്മ, ഞാൻ കുറേ കാലം ഞണ്ട് കഴിച്ചിട്ട്. ഒന്ന് ഞണ്ട് കഴിക്കുന്ന ഈ തല കഴിക്കുന്നതിനെക്കാട്ടി വലിയ ക്ഷമമാണല്ലോ. കാത്തിരിപ്പ് വെറുതെ ആയില്ല. അതും വീടുകളിൽ നിന്നൊക്കെ ഉള്ള ഞണ്ട് ശരിക്കും നല്ലപോലെ വെന്ത് കടിച്ച കട്ടകട്ടയിൽ നിന്ന് ഒടിഞ്ഞു പോരും. നമ്മുടെ സൂപ്പർ ഞണ്ട്. അങ്ങനെ നമ്മുടെ അടുത്ത വിഭവം കൊഞ്ചല്ല, നല്ല ചെമ്മീൻ, നല്ല വലുപ്പമുള്ള അടിപൊളി ചെമ്മീൻ. ചെമ്മീന് പിന്നെ കൊഞ്ചും അപ്പവും കൂടെ പ്രണയത്തിലാണല്ലോ. അപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്യാം. എൻ്റെ ഗ്രേവി കൂട്ടി ഒരു പിടി പിടിച്ച് നോക്കാം. കഴിച്ചു നോക്കാം. നമ്മുടെ ഞണ്ടിൻ്റെ ചാറ് എടുക്കുന്നത് കൊഞ്ചിനെ ഒന്ന് കൊഞ്ചൊരു രക്ഷയില്ല കേട്ടോ. ഒരു അടിപൊളി ടേസ്റ്റ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കുറേ നാളെ ട്രോളിങ് ഇല്ല, അതുകൊണ്ട് മീനൊന്നും കഴിക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ആ മീൻ ചാറ് കൂടെ ഒന്ന് ട്രൈ ചെയ്യാം. അങ്ങനെ അവസാനമായിട്ട് നമ്മുടെ സ്വന്തം ബീഫ് റോസ്റ്റ് ഒരു പൊറോട്ടയും കൂടെ പറഞ്ഞു. ബീഫ് കൊള്ളാൻ തോന്നുന്നു കേട്ടോ. ആ മസാലയൊക്കെ ചേർന്നിട്ടേ ശരിക്കും പൊറോട്ട നല്ല ചൂടാട്ടോ. ഇപ്പോൾ അടിച്ചുകൊണ്ട് വന്നേ ഈ എന്താ പറയുക, നമ്മുടെ ഷാപ്പുകളിലേക്ക് ബീഫ് റോസ്റ്റിന് അതിൻ്റേതായ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. കുറച്ചുകൂടെ കുറച്ച് ബീഫും പൊറോട്ട എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് കഴിച്ചു നോക്കട്ടെ.
നല്ല മർദ്ദനമേറ്റ പൊറോട്ട, സൂപ്പർ. അങ്ങനെ നമ്മളുടെ ഷാപ്പ് സീരീസിൻ്റെ മറ്റൊരു വീഡിയോ, ഷാപ്പ് സീരീസ് എന്ന് പറയാനല്ല, കുറേ ഷാപ്പുകൾ ചെയ്തുകൊണ്ട് ഞാൻ ഷാപ്പ് സീരീസ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മളിവിടുന്ന് ആഹാരം കഴിച്ചു കഴിഞ്ഞു. എല്ലാം അന്നേരമുള്ള ആഹാരത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ, എല്ലാം നല്ല കിടിലം ടേസ്റ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ. പിന്നെ റേറ്റിൻ്റെ കാര്യത്തിൽ നല്ല റേറ്റ് കുറവാണ്. കാര്യം സ്വാഭാവികമായിട്ട് ആ കൊഞ്ചിൻ്റെയൊക്കെ സൈസ് കണ്ടിട്ട് ഒന്ന് പേടിച്ചിരുന്നു. പക്ഷേ അത്രയും റേറ്റൊന്നുമില്ല, വളരെ കുറഞ്ഞ റേറ്റേ ഉള്ളൂ. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നല്ല അഫോർഡബിൾ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കിടിലം ഷാപ്പ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം മാറി വരുന്നു, നമ്മൾ ഉടനെ ആക്റ്റീവ് ആവുന്നതായിരിക്കും. ബൈ.